ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് ഒരു ചട്ടി ചൂടായിട്ടേ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. ഇനി ഇതിലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിനേക്കാളും ഒന്നെങ്കിൽ ചതച്ചത് അല്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിടുന്നതാണ് ബെറ്റർ. ഇനി ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേന് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേന് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി മാത്രമായിട്ടോ നമ്മളിതൊന്ന് ആഡ് ചെയ്യുന്നത്. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടേ ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. പുറത്ത് നല്ല മഴയും കാറ്റും കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഒരു തക്കാളി അരിഞ്ഞതുകൂടി ചേർക്കാം. തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കിയ ശേഷം നമ്മളിതിലോട്ട് മുട്ട പുഴുങ്ങിയത് ചേർക്കണം കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് അത് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ഈ സവാളയൊക്കെ ഇട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാണ്. മുട്ട റോസ്റ്റിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ പാലപ്പം കേട്ടോ, നല്ല ചൂടായിട്ടുള്ള പാലപ്പവും അടിപൊളി മുട്ട റോസ്റ്റും കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പുറത്ത് നല്ല മഴയും പിന്നെ നമ്മുടെ ഈ ഒരു കോമ്പിനേഷനും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതേപോലെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.